നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കണത് കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ദൈവം സഹായിച്ചത് നടന്നു. എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ കല്യാണത്തിന് എന്തായാലും എന്നെ വിളിക്കണം. ഉറപ്പായും. ഞങ്ങളെ ഒരുമിപ്പിച്ചതിൽ ചേട്ടനാണ് ഏറ്റവും വലിയ പങ്കുള്ളത്. സന്തോഷം. ഞാൻ ദേഷ്യത്തിൽ ചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു. മോൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ ഞാൻ പോട്ടെ. ചേട്ടാ, അയ്യോ, അതൊന്നും വേണ്ട മോനെ. ഇതിനൊക്കെ ആരെങ്കിലും കാശ് വാങ്ങോ? ഇത് ഞങ്ങളുടെ സന്തോഷത്തിന് ഒരു അനിയൻ തരുന്നത് പോലെ കരുതിയാ മതി. വേണ്ടെന്ന് പറയരുത്. വേണ്ട മോനെ. പിടിക്കേട്ടാ. ശരി, പോട്ടെ പോട്ടെ മോളെ. എന്തെങ്ങനെ നോക്കി നിൽക്കുന്ന? 3 വർഷത്തേക്ക് ഈ വീട് കാണാൻ കഴിയില്ലെന്ന് ഞാൻ കരുതിയത്. ബസ്സിക്ക് അറിയത് മുതൽ അമ്മയും കാന്താരിയും ഞാൻ മിസ് ചെയ്യാൻ തുടങ്ങി. നീ കാരണമാ എന്റെ വീടും കുടുംബവും എനിക്ക് തിരിച്ചു കിട്ടിയത്. അപ്പോ എന്നെ വിട്ടു പോകുന്നതില് വിഷമം തോന്നിയില്ല അല്ലേ? അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? നിന്നെയാ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. ഞാനത് വിശ്വസിച്ചു. ശരി, ഞാൻ അകത്ത് പോയി അമ്മയെ കൈകാര്യം ചെയ്തിട്ട് വരാം. ശരി. ചേട്ടാ, നെറ്റിയിൽ ഇപ്പോഴും കുറിയുണ്ട്. ഓ, ഞാനത് മറന്നുപോയി. ഇത് കണ്ടിരുന്നെങ്കിൽ അമ്മ ഡിറ്റക്റ്റീവിന്റെ പണി തുടങ്ങിയനെ. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. പാറു അങ്ങോട്ട് മാറി നിൽക്കേ. എന്താ മോനെ, പോയതുപോലെ ഞാൻ തിരിച്ചു വന്നേ? എന്തെങ്കിലും മറന്നു വെച്ചോ? ഇല്ലമ്മേ, ഞാൻ ബംഗ്ലാദേശിലേക്ക് പോകുന്നില്ല. മൂന്ന് വർഷം നിങ്ങളെയൊക്കെ കാണാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ശമ്പളം കുറച്ച് കുറവാണെങ്കിലും സാരമില്ല. ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം. ഈ വീട്ടിൽ കിട്ടുന്ന സന്തോഷത്തിനും സമാധാനത്തിനും വിലയിടാൻ പറ്റില്ലമ്മേ. അമ്മയുടെ വഴക്ക് കേട്ടും വഴക്കാളിയായിട്ട് തല്ലുണ്ടാക്കി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞു കൂടിക്കോളാം. ഇത് തന്നെയല്ലേടാ ഞാനും ദർശനെ മാറി മാറി നിന്നോട് പറഞ്ഞത്. കേറി വാടാ കഴുതേ. മോളെ ദർശനെ, ഇങ്ങോട്ട് വന്നേ. ചേട്ടാ, അപ്പൊ വിളിക്കേണ്ടവര് വിളിച്ചപ്പോ മര്യാദക്ക് വന്നു അല്ലേ? ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ എന്റെ മോൻ എന്നെ വിട്ട് പോവാൻ കഴിയില്ലെന്ന്. നീ തിരിച്ചു വരണോന്ന് ഞാൻ ഈശ്വരനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചു. ദൈവം നിന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ചേട്ടനെ തിരിച്ചു കൊണ്ടുവന്നത് ദൈവമൊന്നും അല്ല അമ്മേ. പിന്നെ ആരാ? ഞാൻ പറയട്ടെ ചേട്ടാ? ഇവൾ ആരെ കുറിച്ചാ പറയുന്നത്? അത് അമ്മയെ കുറിച്ച് തന്നെ. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹമാണ് എന്നെ തിരികെ കൊണ്ടുവന്നെന്നാ ഇവൾ ഉദ്ദേശിച്ചത്.
ആണോ? ആര് കാരണമാണെങ്കിലും നീ തിരിച്ചു വന്നല്ലോ, എനിക്ക് അത് മതി. നിനക്കിവിടെ എന്ത് ജോലിയാണ് കിട്ടുന്നതെങ്കിലും കുഴപ്പമില്ല. നിന്റെ ശമ്പളം വെച്ച് ഞാൻ കുടുംബം നടത്തിക്കോളാം. നമുക്ക് ഒരുമിച്ച് ഉള്ളത് കൊണ്ട് സന്തോഷായിട്ട് ജീവിക്കാം. ഹോ, ഇപ്പൊ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെയുണ്ട്. ഞാനേ അമ്പലം വരെ ഒന്ന് പോട്ടെ. ഈശ്വരനോട് ഒരുപാട് നന്ദി അറിയിക്കാനുണ്ട്. നീ കുളിച്ച് ഫ്രഷ് ആവുമ്പോഴേക്കും ഞാൻ വരാം. ശരി അമ്മേ. പോയിട്ട് വരാം. അയ്യോ അമ്മ. ചേട്ടാ, ചേട്ടത്തിയമ്മ എവിടാ? ഏ എന്താ പറഞ്ഞേ? അല്ല, ചേട്ടത്തിയമ്മ എവിടാന്ന്? ആഹാ, ചേട്ടത്തിയമ്മ. നീ പാറുവിനെ അങ്ങനെ വിളിക്കുമ്പോ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട്. നിന്റെ ചേട്ടത്തിയമ്മ ഞാൻ കാണിച്ചു തരാം. വാ. പാറു, ഇങ്ങോട്ട് വാ. അതെ, ഏതു നേരം എന്നെ മഴക്കാളിന്ന് വിളിച്ച് കളിയാക്കാറില്ലേ? ഇപ്പൊ നിന്റെ പ്രണയം സക്സസ് ആവാൻ ഞാൻ ഇടപെടേണ്ടി വന്നു. സമ്മതിച്ചു. എല്ലാം നിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നടന്നതാ. നന്നായി വാ മോനെ. എന്താ അവിടെ തന്നെ നിന്നളഞ്ഞ്? കേറി വാ മാറൂ. നിക്ക് നിക്ക് നിക്ക്. അങ്ങനെയൊന്നും ഉള്ളിലേക്ക് കേറാൻ പറ്റില്ല. അവിടെ നിന്നാ മതി. എന്താ നീ കാണിക്കുന്നേ? നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. പോയി പാറുവിന്റെ അടുത്ത് നിന്ന് നിൽക്ക്. എന്തിനാടി? പോയി നിക്കാനാ പറഞ്ഞത്. ശരി ശരി. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ വരാം. എന്താ ഇവളുടെ ഉദ്ദേശം?